ചൂടുകാലമായതോടെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. ഉയർന്ന ചൂട് സൂര്യാഘാതം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ ജാഗ്രതയിലാണ് ജനങ്ങൾ പുറത്തിറങ്ങുന്നത്. സംസ്ഥാനത്ത് അസഹനീയമായ വിധത്തിൽ ചൂട് കൂടി വരികയാണ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് കടന്നിരിക്കുകയാണ്. ഉടലിനെ പൊള്ളിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ദിനംപ്രതി ചൂട് കൂടിക്കൂടി വരുന്നത്. അമിതമായ ചൂടാണ്, പണ്ടത്തേക്കാൾ ഇരട്ടി ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രാവിലെ മുതൽ ഈ കടയിൽ ഇങ്ങനെ നിൽക്കല്ലോ, നല്ല ചൂടാണ്. തീർച്ചയായിട്ടും നല്ല ചൂടാണ്, അമിതമായ ചൂടാണ്, അസഹനീയമായ ചൂടാണ്. വെയിലും ഒക്കെ അതിജീവിച്ച് ഈ ഉപജീവന മാർഗമായതുകൊണ്ട് തന്നെ അങ്ങനെ ആ സാധനങ്ങൾ കൊണ്ടുപോകാം. ചൂട് നല്ല കട്ടിക്ക് അടിക്കുന്നുണ്ട്, താങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് അരി വാങ്ങണ്ടേ, അരി വാങ്ങണമെങ്കിൽ ചൂട് കൊണ്ടേ പറ്റൂ. നല്ല ചൂടായിരുന്നു ഇന്നലെ. കൊല്ലത്ത് അതിഗംഭീരമായിട്ടുള്ള ചൂടാണ്. ചേട്ടാ, ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂട് നല്ല ചൂട് കിടക്കുന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ഞങ്ങളുടെ അവിടെ 18 ബാക്കി ചൂട് ബിസിനസിനെ നന്നായിട്ട് ബാധിച്ചു. എങ്ങനെ? ആളുകൾ വരുന്നില്ല, പകൽ സമയത്തൊന്നും അങ്ങനെ എത്തുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി വെള്ളം കുടിച്ചു, ഇവിടെ വന്നപ്പോൾ വെള്ളം കുടിച്ചു, 4 കുപ്പി വെള്ളം കുടിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഈ പ്രാവശ്യത്തെ ചൂട് കനത്ത ചൂടാണ്, അത് യാതൊരു സംശയമില്ല. വെള്ളം സമ്മാരി കുടിക്കുക, ശരീരം നോക്കുക. അല്ല, പാലക്കാട് എല്ലാ വർഷവും ഇതേമാതിരി ചൂടുള്ളതാണ്. പക്ഷെ എന്താ കാരണം കേട്ടാ, പോയ വർഷത്തെയും കേട്ടാ ഈ ട്രിപ്പ് കുറച്ച് കൂടുതൽ ചൂടാണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങാൻ പറ്റില്ല, അത്രയ്ക്കും ചൂട്. വെയിൽ നോക്കിയാൽ പണി നടക്കില്ല. നമ്മൾ കാലങ്ങളായിട്ട് അനുഭവിക്കണോണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. നമുക്ക് ആ വർക്കിന് ബുദ്ധിമുട്ടാണ്, വളരെ കഷ്ടപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്നു. ഒന്നിനും പറ്റില്ല, ചൂട് കൂരൊക്കെ പൊന്താൻ തുടങ്ങി. ഓട്ടോക്കാരൊക്കെ 10-11 മണിയാകുമ്പോഴത്തേനും വീടെത്തി. എന്താ വെച്ചാൽ 12 മണി വീട് പോകുന്നു. ചൂട് സഹിക്കാൻ വേണ്ടി വെള്ളം കുടിച്ച് മതിയാകുന്നുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ വേഗം സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ചിലപ്പോൾ നമുക്ക് ഓടുമ്പോഴൊക്കെ തന്നെ ചിലപ്പോൾ വർക്ക് വന്ന പോലെ ആയിപ്പോന്നു. ആ ക്ഷീണത്തിൽ നമുക്ക് തന്നെ എത്തും തോന്നില്ല, ലക്ഷ്യത്തേക്ക് എത്തും തോന്നില്ല, അങ്ങനെ ആയിപ്പോന്നു. ആ ഉച്ചയ്ക്ക് കുറച്ച് ഓടിയാലേ അത്രേ ഉള്ളൂ. ഈ മരം ഇല്ലെങ്കിൽ ജലമട്ട് ചോദില്ല. അതേ ഉണ്ടായി, ഇപ്പൊ മരങ്ങളിൽ താങ്ങാൻ പറ്റാത്ത ചൂടാണ്. ബൈക്ക് യാത്രയൊക്കെ വളരെ ദുരിതപൂർണമാണ്. സാധാരണക്കാരുടെ ജീവിതം അതിലും കൂടുതൽ ദുരിതമാണെന്നാണ് കരുതുന്നത്. പക്ഷെ വണ്ടിയിൽ തന്നെ ഇത്രയും ചൂടടിച്ചിട്ട് തണുത്ത വെള്ളം കൊണ്ടൊക്കെ ഇങ്ങനെ കഴുകിയിട്ടൊക്കെയാണ് വണ്ടി ചൂട്. വെള്ളം ഇങ്ങനെ കുടിക്കുക, അതിങ്ങനെ വേർത്തൊലിച്ച് പോവുക, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വെയിലാണ്, വീട്ടിലിരിക്കാൻ കഴിയില്ല, പുറത്തിരിക്കാൻ കഴിയില്ല, ഭയങ്കര പ്രയാസം. ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. അതേ ഉള്ള വഴി. അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വമ്പൻ ചൂടാണ്. വയനാട് കണ്ടതിൽ എൻ്റെ അറിവ് വെച്ചിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് ഈ വർഷമാണുള്ളത്. ഒരു പണി അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഈ ചൂട്. അപ്പോൾ ഈ പുറത്ത് പണിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കഷ്ടത്തിലാണ്. ഇത്രയധികം ചൂട് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല, കാരണം അത്രയും ചൂടാണ്. ഇപ്പോൾ നമ്മളെ കാര്യമില്ല, കുട്ടികളുടെ കാര്യമാണ് ഭയങ്കര ദയനീയം. പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പുറത്ത് എവിടെയും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വയനാട്ടിൻ്റെ പോക്ക്. വയനാട്ടിൽ പണ്ട് കാലത്തൊന്നും ഇത്ര വലിയ ചൂട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ നമുക്കിവിടെ ഭയങ്കര ചൂടാണ്. ഒരു വിധത്തിലും നമുക്ക് എന്താ പറയാ, ഒരു സ്വസ്ഥത കിട്ടുന്നില്ല സത്യത്തിൽ. ഇനിയിപ്പോൾ അടുത്ത മാസം എത്ര ഡിഗ്രി ചൂടാവുന്നുള്ളത് ദൈവതമ്പരാനിക്ക് തന്നെ അറിയാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.